ഇയാൾ ഖാദിയാനിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുള്ളിയല്ലോ. നിങ്ങൾ തുള്ളേണ്ടത് ഇതിലൊന്നും ആയിരുന്നില്ല. ഞാൻ മലയാളക്കര കണ്ടതിൽ ഏറ്റവും വലിയ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഏറ്റവും അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ്. അത് 2 പക്ഷത്താണെങ്കിലും അപകടകരമാണ്. ഞാൻ ആരോപിച്ച സൈഡിലാണത് യാഥാർത്ഥ്യമെങ്കിൽ ഏറ്റവും അപകടകരമാണ്. എൻ്റെ സൈഡിലാണ് അബദ്ധമെങ്കിൽ അതും അപകടകരമാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ ഒരാൾ എന്ന് വേണ്ടിയില്ല. ഞാൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയാം? ഈ കഴിഞ്ഞ 2022 ജനുവരിയിൽ ഇത് 2026 ജനുവരി, 4 കൊല്ലം കഴിഞ്ഞു. എന്താണ് ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. ആ 114 സൂറത്തുകളിൽ 82 സൂറത്തുകൾ ഇറങ്ങിയ മുത്തുനബിയുടെ വീട് വഹാബികൾ കക്കൂസാക്കിയിട്ടുണ്ട്. അതിന്ന് കക്കൂസാണ്. ഇതിനേക്കാൾ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കഅബയും അള്ളാഹിന്റെ സൃഷ്ടിയാ, ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല. ഈ കഅബയെ പറ്റി, കഅബ പരിശുദ്ധ കഅബത്തു ശരീഫ് അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ, അള്ളാഹു അതിനെ ഇസ്സത്തിനെ നിലനിർത്തി തരട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിലിട്ട് കൂടുന്ന ആളുകളുണ്ട്. അതേസമയത്ത് ഇതിൽ വിശദീകരണം പറയാൻ പറ്റുമല്ലോ. ഇത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞാണ്. ആരും ഒരു വഹാബി പോലും ഇത് ആവർത്തിക്കാറില്ല. ഇത് കഅബ കക്കൂസാണ് എന്ന് പറഞ്ഞ ആളാന്ന് ഇയാൾ. ഇത് പരിശുദ്ധ ഖുർആൻ 82 സൂറത്തിറങ്ങിയ സ്ഥലം കക്കൂസാണെന്ന് പറഞ്ഞ ആളാണെന്നൊരു വഹാബി പോലും ഉദ്ധരിക്കാറില്ല. 4 വർഷങ്ങൾക്കും ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി. നിങ്ങൾ ഇത്ര വലിയ സൂക്ഷ്മതയുള്ള വലിയ ചേകനൂരിനെയും ഖാദിയാനികളെയൊക്കെ തിരയുന്ന ആളുകളാണെങ്കിൽ ജനങ്ങളെ, നിങ്ങളെ ബാധ്യത എന്താ? ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ ആ വഹാബി വിഭാഗത്തോട് ലോകാവസാനം വരെ സന്ധിയില്ലാതെ സമരം ചെയ്യണ്ടേ? കാര്യം നിസ്സാരപ്പെട്ട കാര്യമാണോ? പരിശുദ്ധ ഖുർആൻ 82 സൂറത്തിറങ്ങിയ ആ മഹത്തായ വീടിനെ കക്കൂസാക്കൽ നിസ്സാരമായ കാര്യമാണോ? ആ ജനതയോട് ചിരിക്കാൻ പാടുണ്ടോ? ആ ജനതയോട് കളിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ചിരിക്കണം കളിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞു നടക്കണത്. ഇവരോട് ചിരിക്കാൻ പാടുണ്ടോ കളിക്കാൻ പാടുണ്ടോ? ഇത് തമാശയാണോ? അല്ല. ആ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ പള്ളി കയറ്റാൻ പാടുണ്ടോ? അത് പാപ്പ് പറഞ്ഞു കയറിയാൽ മതി എന്ന് പറയണ്ടേ? നിങ്ങൾ ഇത്ര വലിയ മഹാന്മാരാണെങ്കിൽ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അതിനെന്തെങ്കിലും ന്യായീകരണം പറയാനുള്ളത്? 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 82 സൂറത്തിറങ്ങിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് ഇന്ന് കക്കൂസാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ഒന്നിരിക്കൽ ഇത് ചെയ്ത വഹാബിസത്തിനോട് ലോകാവസാനം വരെ ഞങ്ങൾക്ക് സന്ധിയില്ല നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇന്ന് നിങ്ങൾ ചിരിക്കാനും കളിക്കാനും പറയുന്നത് അല്ല. ഞാൻ ആരും കുറ്റം പറയല്ല. കുറ്റം പറയല ലക്ഷ്യമല്ല. ഒരു സാമൂഹിക നിരീക്ഷകന് പറയേണ്ട ബാധ്യത ഉണ്ട്, അതുകൊണ്ട് പറയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ജുമാക്കിനെ കയറ്റാൻ പറ്റുമോ? എന്നെ പള്ളി കയറ്റാൻ പാടുണ്ടോ? തിരുത്തിയിട്ട് പാടാന്ന് പറയണ്ടേ? ബൈബിൾ, ഞാൻ ഉദാഹരണം പറയട്ടെ. ബൈബിൾ സയ്യിദുനാ ഈസ യേശു ക്രിസ്തുവിന് ബൈബിൾ ഇറക്കപ്പെട്ട സ്ഥലം ഇന്ന് കക്കൂസാണെന്ന് ലോകത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറഞ്ഞാൽ ലോകത്തെ ക്രിസ്തീയ സഭകൾ മുഴുവനും തുള്ളൂലേ? അയാൾക്കെതിരെ തീരുമാനമെടുക്കൂലേ? നിങ്ങൾ എനിക്കെതിരെ തീരുമാനമെടുത്തോ? നിങ്ങൾ അവർക്കെതിരെ തീരുമാനമെടുത്തോ? ഏതെങ്കിലും കേരളത്തിലെ ഒരു യൂട്യൂബർമാരുടെയോ വ്ളോഗർമാരുടെയോ 10 ആൾ കൂടിയ ഒരു സംഘടന അവർക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയോ? അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയോ? എന്ത് ദീനാണ് നിങ്ങളെ ദീന്? കുത്താവുന്നവനെ കുത്താൻ്റെ അടുത്തിട്ട് കുത്താന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് ദീനാ? അതേസമയം അതേ പ്രഭാഷണത്തിൽ 4 പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ തൊപ്പിയിട്ട് നടക്കുന്ന ഒരു MP അയാളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് വഹാബിസത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, കരുതിയിരിക്കുക. എല്ലാവരും കൂടി ഒറ്റച്ചാട്ടന്റെ മേൽ ഞങ്ങൾ നേതാവാണ് തൊടാൻ പാടില്ല. അപ്പൊ മറ്റതോ? നിങ്ങൾ ചില താരങ്ങളെയും ചില ബിംബങ്ങളെയും സ്ഥാപിക്കുകയാണ്, അല്ലാതെ നിങ്ങൾക്ക് ദീനില്ല. മലയാളക്കരയിലെ ഈ ബ്ലോഗർമാർക്കും യൂട്യൂബർമാർക്കും ദീനില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ട് 4 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾക്ക് ദീനില്ല.
നിങ്ങൾ ഉദ്ദേശിച്ച ആരെയും